കഥയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും അവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഈ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ചും സ്വന്തമായ നിലപാടുകളുള്ള അവയൊക്കെ സാധ്യതകളുടെ അങ്ങേ അറ്റത്തോളം മനസ്സ് സഞ്ചരിക്കുന്ന ഒരു കഥാകൃത്താണ് നമ്മുടെ കൂടെ ഇപ്പോൾ രാവിലെ ഉള്ളത്, ശ്രീ ടി പത്മനാഭൻ. വളരെ ചെറുപ്പത്തിലെ കഥ എഴുതിത്തിറങ്ങുകയും ആയുഷ്കാലം മുഴുവൻ കഥയുടെ സ്വത്വ തനിമയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത ആളാണ് ടി പത്മനാഭൻ. അതിനേക്കാളെല്ലാം ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്രയും കാലം കൊണ്ട് പത്മനാഭൻ എഴുതിയത് നമ്മുടെ യുവാക്കൾ എഴുതി കൂട്ടിയതിനേക്കാൾ വളരെ കുറവാണ് എന്നതാണ്. നല്ല എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല, എഴുതുന്നവൻ മാത്രമല്ല, എഴുതാതിരിക്കാൻ കഴിയുമ്പോൾ എഴുതാതിരിക്കുന്നവൻ കൂടിയാണ് എന്നതാണ്. അതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ്. കഥയെ സംബന്ധിക്കുന്ന, എഴുത്തിനെ സംബന്ധിക്കുന്ന ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ്. ആ നിലപാട് എഴുത്തിൻ്റെ സദാചാരവുമായി ബന്ധപ്പെട്ടതെന്നാണ്. വാക്കുകൾ നമുക്ക് കളിക്കാനുള്ള ഒരു ഉപകരണമല്ല. എനിക്ക് എന്നെ സൃഷ്ടിക്കാൻ, എനിക്ക് എന്നിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് എന്നുള്ള ദൃഢമായ ബോധ്യമുള്ള ഒരാൾക്ക് എഴുതണം എന്ന് എന്തോ ഒരു ആന്തരിക നിർബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. പത്മനാഭൻ എഴുതുമ്പോൾ അത് കഥയായി തീരുന്നു, കഥ മാത്രമായി തീരുന്നു, മറ്റൊരു സാഹിത്യ രൂപമായി തീരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ നാട്ടിൽ ചെറുകഥ എന്ന് പറയുന്ന സാഹിത്യ രൂപം ഒരു സവിശേഷ സാഹിത്യ സമ്പർക്കമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും നമ്മുടെ വലിയ സാഹിത്യകാരന്മാർക്ക് കഴിയുന്നില്ല. നോവലിൻ്റെ ഒരു അനുബന്ധം എന്നതുപോലെ നോവൽ എഴുതി തീർക്കാൻ സമയമില്ലാത്തപ്പോൾ ഒരു കഥ എഴുതി തീർക്കുക എന്നതാണ് പല ആളുകളുടെയും വിചാരം. നിവൃത്തിയുണ്ടെങ്കിൽ അത്താഴമൂണ് കഴിഞ്ഞാൽ ഒരു നോവൽ എഴുതിയിട്ട് ഉറങ്ങാൻ കിടക്കുക എന്നതാണ് നമ്മുടെ സാമാന്യമായ രീതി. അത്രയും സമയം കിട്ടുന്നില്ലെങ്കിൽ എന്നാൽ ഒരു കഥ എഴുതിയിട്ട് അവസാനിപ്പിക്കാം വിചാരിക്കും. ഇതിൽ നിന്ന് വിട്ട് മറ്റെല്ലാ സാഹിത്യ രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തൻ്റേതായ ഒരു ഇടം ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിലുണ്ട് എന്നും ആ സാഹിത്യ രൂപം സവിശേഷമായ ഒരു ജീവിതബോധത്തിൽ നിന്ന്, ഒരു ബോധത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്നും വിചാരിക്കുന്ന എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. ഈ തരത്തിൽ ചെറുകഥയെ സഹൃദയ സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പോരടിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് ടി പത്മനാഭൻ. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ കഥയെക്കുറിച്ചും കഥയുടെ ചില സവിശേഷതകളെ സംബന്ധിച്ചുമൊക്കെ പത്മനാഭൻ പറയുന്നത് കേൾക്കുന്നതിൽ നമുക്കൊക്കെ കൗതുകമുണ്ടാവും, താല്പര്യമുണ്ടാവും. ആ തരത്തിൽ ഈ പ്രഭാതം വളരെ ധന്യമാണ് ഞാൻ വിചാരിക്കുന്നു. കഥയെക്കുറിച്ചുള്ള തൻ്റെ ഈ മാറ്റമില്ലാത്ത സ്വകീയമായ നിലപാട് വിശദീകരിക്കാൻ പത്മനാഭനോട് ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം സംസാരിക്കുമ്പോൾ
ഈ കാര്യങ്ങളിലൊക്കെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ വർത്തമാനം ആരംഭിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടൗൺ ഹാളുകളിൽ ഒന്നാണിത്. ഇവിടെ പുതിയ നൂറ്റാണ്ടിലെ കഥ എന്ന പേരിൽ 2000 ജനുവരി 1 ഞാൻ പ്രസംഗിച്ചിരുന്നു. മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അത്. അന്ന് ഈ ഹാൾ ജനനിബിഡമായിരുന്നു. വരാന്തയിലും ആൾക്കാരുണ്ടായിരുന്നു. ഒന്നുകിൽ ഈ കാലത്തിനുള്ളിൽ എൻ്റെ നാണയം വളരെയധികം വില കുറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ എനിക്കറിയില്ല, എവിടെയോ എന്തോ ഒരു പിശക് വന്നിട്ടുണ്ടാവണം. ഒരുപക്ഷെ ഈ വയസ്സായ എന്നോടുള്ള ബഹുമാനം കൊണ്ടാവാം ഇത്രയധികം വിശാലമായ ഒരു ഹാൾ ഭാരവാഹികൾ അനുവദിച്ചു തന്നത്. അവരുടെ സന്മനസ്സിന് ആദ്യം തന്നെ. പിന്നെ ഞാൻ സംഗീതത്തിൽ സന്തോഷിക്കുന്ന ഒരുവനാണ്. താല്പര്യമുള്ള ഒരുവൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി അധികമായി. സംഗീതത്തിൽ ശ്രുതിയുണ്ട്. ഇവിടെ അധിക ശ്രുതിയാണ് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒരുപക്ഷെ ഇവൻ ഇത്തിരി അധികം ഇരിക്കട്ടെ, കുറെ കാലമായല്ലോ, ഇനി അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ചധികം. അതിന് ആദ്യമായി ഞാൻ ഭാരവാഹികളോട് നന്ദി പറയുന്നു. പിന്നെ തോമസ് മാത്യു, ഞാൻ കുറച്ചേ എഴുതിയിട്ടുള്ളൂ, കഥകളി എഴുതിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. കരുതിക്കൂട്ടിയല്ല കുറച്ച് എഴുതിയത്. കഥകൾ എഴുതിയതും കഥകൾ മാത്രം എഴുതിയതും അതും കരുതിക്കൂട്ടിയല്ല. ഇറ്റ് സോ ഹാപ്പൻഡ് എനിക്കിതേ കഴിയുള്ളൂ. അത്രയ്ക്ക് കോപ്പ് എൻ്റെ ഇടയ്ക്കുള്ളൂ. ഇല്ലാത്തത് ഉണ്ട് എന്ന് നടിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇതുകൊണ്ട് ഞാൻ തൃപ്തനായത്. പിന്നെ മറ്റൊരു കാര്യം, എഴുതണമെന്ന് തോന്നിയപ്പോൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പണ്ടൊക്കെ എന്നെ ശകാരിക്കുന്നവർ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്ന ഒന്നുണ്ട്. ഓണക്കാല കഥകൾ എഴുതുന്ന വ്യക്തിയല്ല. അത് സത്യത്തിൽ ശരിയല്ല. കാരണം ഞാൻ അധികമൊന്നും എഴുതി പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി വെക്കാറുണ്ട്. അതവിടെ നിന്നുകൊള്ളു. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ദേശാഭിമാനി ഓണപ്പതിപ്പിൽ എഴുതിയ ഒരു കഥ തുടക്കം മുതൽ അവസാനം വരെ 32 കൊല്ലങ്ങൾക്ക് മുമ്പ് UAE-യിലെ അല്ലൈൻ എന്ന പട്ടണത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമായിരുന്നു. 32 കൊല്ലങ്ങൾ ഞാൻ ബഹ്റൈനിലെ ഒരു ഹോട്ടലിൽ 32 കൊല്ലങ്ങൾക്ക് ശേഷം ഇരിക്കുകയായി. ഹോട്ടലിന്റെ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ ഒരു രംഗം എൻ്റെ മനസ്സിൽ
പെട്ടു. ഞാൻ വളരെ നേരം അത് തന്നെ നോക്കി നിന്നു. ആ സമയത്ത് ആ രംഗവും 32 കൊല്ലം മുമ്പ് അലൈൻ പട്ടണത്തിൽ എനിക്കുണ്ടായ രംഗവും അതും മനസ്സിലെത്തി. ആ, ഇതായി കളയാം ഇത്തവണത്തെ ദേശാഭിമാനിയുടെ ഓണപ്പതിപ്പിലെന്ന് ഞാൻ തീരുമാനിച്ചു. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. എല്ലാം ശരിക്കായിരുന്നു. വയസ്സായെങ്കിലും ഓർമ്മകൾക്ക് കുറവുമില്ല, അവയുടെ ശക്തിക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടുമില്ല. എല്ലാം എഴുതി. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. മരയ എന്ന കഥ ഏതാനും കൊല്ലങ്ങൾക്ക് വളരെ മുമ്പേ ഉണ്ടായ ഒരു അനുഭവം മനസ്സിൽ വെച്ചതാണ്. അത് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ റിട്രീവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കങ്ങനെയൊക്കെ ചെയ്യാം. അത് കാരണം എനിക്ക് ധൃതിയില്ല. കുറേ വേണം, കുറേ എഴുതണം എന്നൊരു ധൃതിയില്ല. പക്ഷെ അതേ സമയം തന്നെ ഇവൻ ചെറുകഥ എഴുതുന്നവനാണ്, അതുകൊണ്ട് ഇവന് പന്തിഭോജനം നിഷേധിക്കണം, ഇവൻ നീചജാതിയിൽപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. അത് നോവൽ എന്ന കഥാരൂപത്തെക്കുറിച്ച് അങ്ങേയറ്റം ബഹുമാനമുള്ളവനാണ്. അങ്ങേയറ്റം ഒരു സംശയവുമില്ല. ഞാൻ സാഹിത്യ അക്കാദമി, കേന്ദ്ര അക്കാദമി, ആദ്യമായി അവർ മലയാളത്തിൽ ഒരു അംഗീകാരം കൊടുത്തത്, കഥക്ക് അംഗീകാരം കൊടുത്തത് എൻ്റെ ഒരു കഥക്കായിരുന്നു. ഗൗരി എന്ന കഥ. ഒരു വൃദ്ധന്റെ കാമചാബല്യമാണ് അതെന്ന് യുവനിരയിലുള്ള എഴുത്തുകാർ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ആയിരിക്കാം. വൃദ്ധന്മാർക്കും വേണമല്ലോ ഇത്തിരി ചാബല്യമൊക്കെ. അപ്പോഴും വളരെ 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 ദശകങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിൽ ഒരു കഥക്ക് അവാർഡ് കൊടുക്കുന്നത്. ഞാൻ ഈ കാലം അത്രയും ഈ കഥയെ പിന്തള്ളിയതിനെതിരായി സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്കെന്താ അവാർഡ് തരാത്തത് എന്നേ അല്ല, ഒരിക്കലുമല്ല. ദയവായി എന്നെ വിശ്വസിക്കും. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, എനിക്കിത് വേണ്ട എന്ന്. അതിനുശേഷം കഥ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഒരു അവാർഡ് കിട്ടി, കഥക്ക് തന്നെയാണ്. ഞാൻ അതും വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര പേർക്കറിയാം എന്ന് എനിക്ക് സംശയമാണ്. വയലാർ അവാർഡ് സ്ഥാപിതമായപ്പോൾ അതിൻ്റെ ബൈലോസിൽ പറഞ്ഞിരുന്നത് നോവൽ, കവിത, നാടകം, ആത്മകഥ, വിമർശനം, ഇവക്കാണ്
പുരസ്കാരം കൊടുക്കുക. ചെറുകഥയില്ല, ചെറുകഥയില്ല, അവർ കൊടുത്തിട്ടുമില്ല. ഞാനന്ന് ഒട്ടേറെ മീറ്റിങ്ങുകളിൽ ഈ അനീതിയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഒരു ന്യായമായ മറുപടി എനിക്ക് ലഭിച്ചിട്ടുമില്ല. ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് ടൗൺ ഹാളിൽ വെച്ച് നടന്നൊരു മീറ്റിംഗ്, പല പ്രമുഖരും പങ്കെടുത്ത മീറ്റിംഗ്, ബഹുമാന്യനായ പി ഗോവിന്ദപിള്ള PG ബംഗാളിലെ കഥകളെ കുറിച്ച് സംസാരിച്ചു, കേരളത്തിലെ കഥകളെ കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും അധികം വികാസം പ്രാപിച്ച കഥകൾ കേരളത്തിലും ബംഗാളിലുമാണ് ഉള്ളത് എന്ന് PG അന്ന് പറഞ്ഞു. ഞാൻ സദസ്സിൽ വേദിയിലുണ്ട്. ഞാൻ PGയോട് പരസ്യമായി തന്നെ ചോദിച്ചു, എന്നിട്ട് PG നിങ്ങളുടെ ഈ ഇതിലൊന്നും മലയാളത്തിൽ കൊടുക്കുന്നില്ലല്ലോ. അത് ആലോചിക്കേണ്ട വിഷയമാണ് എന്നൊക്കെ PG പറഞ്ഞു. കുറെ കൊല്ലങ്ങൾ പിന്നെയും കഴിഞ്ഞപ്പോഴാണ് ഈ വയലാർ അവാർഡിന്റെ ഭരണസമിതി അവരുടെ നിയമാവലിയിൽ ചെറുകഥയും കൂടി പെടുത്തിയത്. ചെറുകഥയും കൂടി ഒരു മനസ്സില്ലാ മനസ്സോടെയാണ് അത് ചെയ്തത്. പിന്നെ മറ്റൊരു രസകരമായ കഥ, 40 കൊല്ലമായി വയലാർ അവാർഡ് കൊടുത്തു വരുന്നത്, 40 കൊല്ലം, ഇന്ന് വരെ ഒരൊറ്റ കഥാസമാഹാരത്തിന് മാത്രമേ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. ഇന്ന് വരെ ഈ കാലഘട്ടത്തിൽ മലയാളത്തിൽ നല്ല ഒരു കഥാസമാഹാരം ഉണ്ടായിട്ടില്ല. എന്നെ വിട്, മറ്റുള്ളവർ എഴുതിയിട്ടില്ല. മഹാനായ MT വാസുദേവൻ നായർ എഴുതിയിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. തകഴി എഴുതിയിട്ടില്ല, പൊൻകുന്നം വർക്കി എഴുതിയിട്ടില്ല, കാരൂര് എഴുതിയിട്ടില്ല, OV വിജയൻ എഴുതിയിട്ടില്ല. എന്തേ കൊടുക്കാത്തത്? ഒരു രസകരമായ വസ്തുത, ആ അവാർഡ് എനിക്കായിരുന്നു. ഒരാൾക്ക് മാത്രം. ഓട്ടെ, ഇവന്റെ ശല്യം ഇതുകൊണ്ടെങ്കിലും നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഞാൻ പണ്ട് ഒരു ലേഖനത്തിൽ എഴുതിയ ഒരു വാചകമുണ്ട്. ധനിക ഗൃഹത്തിൽ വിരുന്നിന് പോയ ദരിദ്രനായ ബന്ധുവിന്റെ അവസ്ഥയാണ് മലയാളത്തിൽ ചെറുകഥക്കുള്ളത്. ധനിക ഗൃഹത്തിൽ വിരുന്നിന് പോയ ആർക്കും അയാൾ എണ്ണമല്ല, കാരണം അവൻ ദരിദ്രൻ. ബന്ധുവിന്റെ നിലയാണ് മലയാളത്തിൽ. ഇന്നും അത് മാറിയിട്ടില്ല. ഒരു 2 ആഴ്ച ആയിട്ടില്ല തൃശ്ശൂരിൽ ഞാനൊരു അവാർഡ് സമർപ്പണത്തിന് വന്നിട്ട്. അതും ഈ മഹത്തായ സാഹിത്യ അക്കാദമിയുടെ ഹാളിലായിരുന്നു. അവർ ഒരു ദശകം, അക്കാദമിയുടെ പരിപാടിയല്ല, ഒരു സമിതിക്കാർ അക്കാദമി ഹാൾ വാടകയ്ക്കെടുത്ത് നടത്തിയ
പരിപാടിയായിരുന്നു. അവർ ആദ്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നു നോവലിനെ കൊടുക്കുന്നു. അത് പറഞ്ഞു. അവിടെ വേദിയിൽ ഇരുന്നിരുന്നവരും മഹാന്മാരായ നോവൽ എഴുത്തുകാരായിരുന്നു. ഒരുതരം പുച്ഛം കലർന്ന നോട്ടമാണ് അവർക്ക് എന്നോടുണ്ടായിരുന്നത്. ഞാനത് കണ്ട് രസിച്ചു. പിന്നെ എനിക്ക് പറയാൻ ധാരാളമുണ്ട്. എനി ഫൂൾ ക്യാൻ റൈറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഗുഡ് നോവൽ. അങ്ങനെ ഒരു സായിപ്പ് പറഞ്ഞിട്ടില്ലേ? സായിപ്പ് പറഞ്ഞിട്ടുണ്ട്. സായിപ്പ് പറഞ്ഞാൽ തെറ്റില്ല, തീർച്ചയായും ഒരിക്കലും തെറ്റില്ല. എനി ഫൂൾ, ഞാൻ പറഞ്ഞതല്ല, ടി പത്മനാഭൻ പറഞ്ഞതല്ല. എനി ഫൂൾ ക്യാൻ റൈറ്റ് അറ്റ്ലീസ്റ്റ് ഗുഡ് വൺ. ഏതായാലും ഞാൻ ആ ഫൂളിൽപ്പെട്ടിട്ടില്ല. തൽക്കാലം ഇത്ര, ഇനിയും വേണമെങ്കിൽ പറഞ്ഞു. സാറിന്റെ ഊഴമാണ്. പത്മനാഭനിക്കൊരു രോഷം ബാക്കി നിൽക്കുന്നുണ്ട്. ബാക്കി നിൽക്കുന്നതിനുള്ള യുക്തി ഇപ്പോഴും നമ്മുടെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നതുമാണ്. എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിലെ വളരെ വളരെ വിശിഷ്ടമായ ചില സൃഷ്ടികൾ ചെറുകഥകളാണ്. പൂവമ്പഴം പോലെ, മരപ്പാവുകൾ പോലെ, രാച്ചിയമ്മ പോലെ ഒക്കെയുള്ള കഥകൾ നമ്മളിന്നും അഭിമാനത്തോടുകൂടി ഓർക്കുന്ന സൃഷ്ടികളാണ്. പക്ഷേ ഈ കഥകളുടെ പേരിലല്ല പലപ്പോഴും അവർ ആദരിക്കപ്പെടുന്നത് എന്നതാണ് പ്രശ്നം. നമ്മുടെ വളരെ പ്രശസ്തനായ ഒരു നിരൂപകൻ ചെറുകഥയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് വെച്ച് സാഹിത്യമാണ്, സാരമില്ലാത്ത ഒരു സാഹിത്യ സമ്പ്രദായമാണ്. അതങ്ങനെ സാരമില്ലാത്ത ഒന്നല്ല എന്ന് ഈ ലോകത്തോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് തൻ്റെ ദൗത്യമാണ് എന്ന് വിചാരിച്ച ഒരാളാണ് പത്മനാഭൻ. അത് പലപ്പോഴും ആളുകൾ തിരുത്തിരിക്കുന്നത് പത്മനാഭന് തനിക്ക് കിട്ടാത്ത അംഗീകാരത്തെക്കുറിച്ചാണ് ഈ പരാതി പറയുന്നതെന്നാണ്. അത് ഈ പത്മനാഭന് അവാർഡ് കിട്ടാത്തതിനെ കുറിച്ചോ അംഗീകാരം ലഭിക്കാത്തത് കൊണ്ടോ ആദരവ് ലഭിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഈ സാഹിത്യ രൂപം സ്വതപ്രാമാണ്യമുള്ള ഒരു സാഹിത്യ രൂപമാണ്. കവിത പോലെ, നോവല് പോലെ, നാടകം പോലെ ഒക്കെ സ്വീകരിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. 10 ഭാവഗീതങ്ങൾ ചേർത്താൽ ഒരു പുസ്തകമാവും എന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. കവിയെ നമ്മൾ അംഗീകരിക്കണം. പക്ഷെ 10 ചെറുകഥ ചേർത്താൽ ഒരു പുസ്തകമാകും എന്ന് നമ്മൾ അംഗീകരിക്കാൻ പലപ്പോഴും പഠിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് ചെറുകഥയെ മോചിപ്പിക്കുക എന്നതാണ് പത്മനാഭൻ നിർവഹിച്ച ഒരു ദൗത്യം, ഒരു കർമ്മം എന്ന് പറയുന്നത്. അതൊരു ചെറിയ കാര്യമാണ്. ഇത് മനഃപൂർവ്വമായി ഉണ്ടാവുന്നതല്ല എന്ന് പത്മനാഭൻ വർത്തമാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ടായി. മനഃപൂർവ്വമായി ഉണ്ടാവുന്നതല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും പോലെ ദീർഘമായ സങ്കീർണമായ ഒരു ഗർഭകാലം ചെറുകഥയ്ക്കുണ്ട് എന്നാണ്. എപ്പോഴാണ് ഇത് കഥയായി മനസ്സിൽ രൂപപ്പെടുന്നതെന്ന് പറയാൻ കഴിയില്ല. ഏത് അനുഭവമാണ് അല്ലെങ്കിൽ ഏതെല്ലാം അനുഭവങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഇത് ഒരു കലാസൃഷ്ടിയായി മനസ്സിൽ രൂപപ്പെട്ടു വരിക എന്ന് പ്രവചിക്കാനൊന്നും സാധ്യമല്ല. ഇപ്പൊ നമുക്ക് ബുദ്ധി വരെ നിർമ്മിതമായ സാധനമാണ്, വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ബുദ്ധിയാണെന്നാണ്. പക്ഷെ ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നിർമ്മിത കഥകളും നിർമ്മിത നോവലുകളും ഒക്കെ ഉണ്ടാകുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ നേരെയും വളരെ തീക്ഷ്ണമായി പ്രതികരിച്ച് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് ധാരാളം പരാതിയുമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ പുതിയ മാധ്യമങ്ങളിൽ വരുന്ന രചനകളെ കുറിച്ചാണ്. അത് കഥയുടെ കാര്യത്തിൽ മാത്രമല്ല, നോവലിന്റെ കാര്യത്തിലും കവിതയുടെ കാര്യത്തിലും വിമർശനത്തിന്റെ കാര്യത്തിലും ഒക്കെ സംഭവിക്കുന്നു എന്നത് വലിയ തമാശയാണ്.
അവിടെയൊക്കെ സംഭവിക്കുന്ന എൻ്റെ ഒരു വീക്ഷണം ഞാൻ പറയുകയാണ്. അവിടെയൊക്കെ സംഭവിക്കുന്നത് ഓരോ സൃഷ്ടിയുടെയും പിന്നിൽ ഉണ്ടാവേണ്ട ഈ ഗർഭകാലം ആ നിർമ്മിതികൾക്ക് ഉണ്ടാവുന്നില്ല എന്നതാണ്. നേരെ എഴുതുന്നു, നേരെ പ്രസിദ്ധീകരിക്കുന്നു, നേരെ വായനക്കാരിലെത്തുന്നു, വായനക്കാരൻ നേരെ നന്നായോ ഇല്ലയോ എന്ന് പറയുന്നു. അവിടെ ഈ സൃഷ്ടിയും പ്രസിദ്ധീകരണവും നിരൂപണവും എല്ലാം ഒന്നിച്ച് സംഭവിക്കുന്നു എന്നതാണ്. അപ്പോൾ എളുപ്പമാണ് കാര്യങ്ങൾ എന്നത് സത്യം തന്നെ. പക്ഷേ ഒരു കലാസൃഷ്ടിയെ സംബന്ധിച്ച് അനിവാര്യമായും ഉണ്ടാകേണ്ട ധ്യാനത്തിൻ്റെ അംശം ഈ സൃഷ്ടികളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നത് പലപ്പോഴും. അതിൻ്റെ ഈ അടുത്ത കാലത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് തന്നെ ഇത് ആണ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് സൃഷ്ടിയാണ്, അത് എന്തോ ഒന്ന് മനസ്സിൽ ആഞ്ഞു തറച്ച ഒരു സാധനമാണ്. അത് ആ ആഞ്ഞു തറച്ച സാധനം പുറത്തെടുക്കുന്നതിന് വേണ്ടി ഒത്തിരി പിടച്ചിലുകൾ എഴുത്തുകാരൻ നടത്തേണ്ടതുണ്ട് എന്നൊക്കെയുള്ള നമ്മുടെ പഴയ സങ്കല്പം മുഴുവൻ നിരാധാരമാവുകയും ഇത് പപ്പടം കാച്ചുന്നത് പോലെയൊക്കെ ചെയ്യാവുന്ന ഒരു കർമ്മം മാത്രമാണ് എന്ന് വരികയും ചെയ്യുന്ന വിചിത്രമായ ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നുണ്ട്. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന് പരമ്പരാഗത സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ കുറിച്ചാണ്. അത് ഓർമ്മ ശീതിയാണ്. ഓർക്കാൻ കൊള്ളാവുന്നത് ലോകത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഓർക്കാൻ കൊള്ളാത്ത കാര്യങ്ങൾ ഓർക്കുന്നതിലൂടെയാണ് പലപ്പോഴും സൃഷ്ടികൾ ഉണ്ടാകുന്നത് എന്നതൊരു സത്യവുമാണ്. മറന്നു പോകേണ്ട കാര്യങ്ങൾ അങ്ങനെ പോകുന്നു, അത് വരുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ നമ്മുടെ ആത്മാവിൽ ഒരു മുള്ള് തറച്ചതുപോലെ കിടക്കുകയും അതിൻ്റെ ചുറ്റും എന്തൊക്കെയോ വന്നു ചേരുകയും കലാസൃഷ്ടി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് സത്യമാണ്. അങ്ങനെ ഈ ഓർമ്മകളുടെ ഒരു ലോകത്തിൽ ജീവിക്കുക എന്നത് എല്ലാ സൃഷ്ടാക്കളുടെയും സവിശേഷതയാണ്. ഓർമ്മിക്കാൻ കൊള്ളാത്ത, മുറിപ്പെടുത്തുന്ന, ദുഃഖങ്ങളുണ്ടാക്കിയ വലിയ ധർമ്മസങ്കടങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ അത് സൃഷ്ടിയുടെ അടിസ്ഥാനമായി മാറുക സ്വാഭാവികമാണ്. ഞാൻ അവാർഡുകളെ കുറിച്ച് വളരെയൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല. അവാർഡുകൾ ഒരു ഉപോൽപ്പന്നമാണ്. അത് കിട്ടിയെന്നും വരാം, കിട്ടിയില്ലെന്നും വരാം. അത് സമൂഹത്തിന്റെ അംഗീകാരമാണോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന് ഇന്ന അവാർഡ് കിട്ടിയ ആളാണെന്നല്ലാതെ ഇന്ന കഥ എഴുതിയ ആളാണ് അല്ലെങ്കിൽ ഇന്ന പുസ്തകം എഴുതിയ ആളാണെന്ന് പറയുന്ന ഏർപ്പാടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് മകൻ സിംഗൻ മകൻ മരണം എഴുതിയ ടി പത്മനാഭനാണ് ഇതെന്നല്ല, വയലാർ അവാർഡ് യുദ്ധം ചെയ്ത് വാങ്ങിയ ആളാണ് എന്ന് ആളുകൾ പറയാനാണ് ഇഷ്ടം എന്നത് വലിയ കഷ്ടം തന്നെയാണ്. നമുക്ക് എഴുത്തുകാരനെ അയാൾ എഴുതിയതിലൂടെ, അയാൾ നേടിയതിലൂടെയല്ല, അയാൾ എഴുതിയതിലൂടെ ആ എഴുത്തിന് വേണ്ടി എത്രമാത്രം മുറിപ്പെടാൻ സന്നദ്ധരായി എന്നതിലൂടെ സമൂഹം അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നത്. സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പുതിയ മാധ്യമ സംസ്കാരം കലാസൃഷ്ടിയുടെ പിന്നിലുണ്ടാവേണ്ട അനുധ്യാനത്തെ പൂർണ്ണമായും നിഷേധിക്കുകയും വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു നസ്യം പറയുന്നത് പോലെ പറയേണ്ടതേ ഉള്ളൂ ഈ കഥയുടെയും കവിതയുടെയും ഒക്കെ കാര്യങ്ങൾ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് വരുന്നത്, ചെയ്യുന്ന സംസ്കാരമാണ് വരുന്നത്. അത് പണ്ടത്തെ ആളുകൾ, വളരെ യാഥാസ്ഥിതികന്മാരായ ആളുകൾ പറയുന്നത് എഴുതി കഴിഞ്ഞാൽ കുറേ കാലം സൂക്ഷിച്ചു വെക്കണമെന്നാണ്. 9 കൊല്ലം സൂക്ഷിക്കണമെന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 9 കൊല്ലം സൂക്ഷിച്ചില്ലെങ്കിലും രണ്ടാമതൊന്ന് വായിച്ചു നോക്കിയിട്ട് ആളുകൾക്ക് വേണ്ടി കൊടുക്കാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാത്തത് പാടില്ല. അതൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് അറിയുന്ന ബാധ്യത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തുകാരൻ്റെ ഈ ബാധ്യതയാണ് സമൂഹത്തോടുള്ള ഒരു സദാചാര പ്രശ്നം പങ്കെടുക്കുന്നത്. ഇതില്ലാതെ എഴുതുന്ന നിമിഷത്തിൽ ഈ അന്തരീക്ഷത്തിലേക്കൊക്കെ പോകുന്നു, ആളുകളിലെത്തുന്നു. വളരെ ഉദാസീനമായി ഇത് നമ്മുടെ ആളെഴുതിയതാണെങ്കിൽ ശരി കൊള്ളാം എന്ന് പറയുന്ന ഒരു രീതി വളർന്നു വരികയും ചെയ്തു. അങ്ങനെ ഒരു
പബ്ലിക് റിലേഷൻസിൻ്റെ വളരെ വിചിത്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നത് നമ്മുടെ സാഹിത്യത്തിൽ നമ്മൾ അറിയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ പുതിയ മാധ്യമങ്ങൾ വരുന്ന കഥകളെ സംബന്ധിച്ച് പത്മനാഭൻ്റെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു അഭിപ്രായത്തെ എത്ര ഭീകരമായിട്ടാണ് ആളുകൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് നമുക്കിപ്പോൾ ഓർക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എഴുത്തിനെ കുറിച്ച്, എഴുത്തൊരു മനുഷ്യകർമ്മമായതുകൊണ്ട് എല്ലാ മനുഷ്യകർമ്മങ്ങൾക്കും ഉള്ളതുപോലെ ഒരു സദാചാരം, ഒരു ധാർമ്മികമായ ബാധ്യത എഴുത്തെന്ന കർമ്മത്തിന് ഉണ്ട് എന്നൊരു വിചാരമാണ്. അത് ഭാഷയുടെ നേരെയുള്ള സമീപനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. പത്മനാഭനത് സൂക്ഷിക്കുന്ന ഒരാൾ വേണം. ഇതൊരു ധാർമ്മികമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന വിചാരം അതിശക്തമായി പ്രകടിപ്പിക്കുന്ന ആളാണ് പത്മനാഭൻ. ഈ ലോകത്തിൽ എത്രയോ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ആ മാലിന്യമാണ് അടിഞ്ഞുകൂടുന്നതെങ്കിൽ അതിന് തൻ്റെ സംഭാവനയും ഇരിക്കട്ടെ എന്ന് പറയുന്ന രീതിയിൽ എഴുതുന്നതിനെ കുറിച്ച് പത്മനാഭൻ സ്വന്തമായ നിലപാടുണ്ട്. ഈ ജീവിതത്തിൻ്റെ താളത്തെ, അതിൻ്റെ ശുദ്ധിയെ ദഹനിക്കുന്ന ഒരു വാക്ക് പോലും തന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം, ശാഠ്യത്തോടെടുത്ത നിർബന്ധം പത്മനാഭൻ എഴുത്ത് ജീവിതത്തിൽ നിരന്തരമായി കാണിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അറിയാതെ ഭാഷയിലേക്കാണ് വരുന്നത്. പത്മനാഭൻ ആശാന്റെ വരികൾ നിരന്തരമായി ഉദ്ധരിക്കുന്ന ഒരാളാണ്. ഭാവിയായിക ചിതാശവങ്ങളിൽ പൂവ് പോൽ അശുഭനശ്വരങ്ങളിൽ. ഈ അശുഭനശ്വരങ്ങളിൽ തൂക്കിക്കളയാനുള്ളതല്ല വാക്കിന്റെ പിന്നിൽ ആലോചനയുടെ, സദാചാരത്തിന്റെ, ധാർമ്മിക ബോധത്തിന്റെ, ജീവിത മൂല്യങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ ആ ബാധ്യതകളെല്ലാം ചേരുന്നതാണ് വാക്കിന്റെ പ്രയോഗം എന്ന് വിചാരിക്കുന്ന ആളാണ് ശ്രീ പത്മനാഭൻ. ഇതൊന്ന് ഈ സദാചാരത്തെക്കുറിച്ച്, ഭാഷയുടെ ഈ സദാചാരത്തെക്കുറിച്ച്, വാക്കിന്റെ സദാചാരത്തെക്കുറിച്ച് ഇത്ര കർക്കശമായ നിലപാട് കാണിക്കുന്ന ഒരു എഴുത്തുകാരൻ നമുക്ക് വേറെ ഇല്ല. അങ്ങനെ ഞാൻ എല്ലാ എഴുത്തുകാരുടെയും ധാർമ്മിക നിലവാരം വെച്ചുകൊണ്ടൊന്നും പറയുന്നതല്ല. പക്ഷെ അത് ഇത്ര പ്രത്യക്ഷത്തിൽ നമ്മളോട് ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, അതിൽ ശാഠ്യം കാണിക്കുന്ന, ആ ശാഠ്യങ്ങളുടെ പേരിൽ ധാരാളം ചീത്തപ്പേരുകൾ ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ പത്മനാഭൻ എന്നതാണ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. ഈ സദാചാരത്തെക്കുറിച്ച്, വാക്കിൻ്റെ ഈ സദാചാരത്തെക്കുറിച്ച് പത്മനാഭൻ പറയുന്നത് കേൾക്കാൻ തീർച്ചയായിട്ടും ചിലർക്ക് താല്പര്യമുണ്ട്. കാരണം അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ ചർച്ചകളിൽ സാമാന്യമായി കടന്നു വരാത്ത ഒരു വിഷയമാണ്. വാക്കിനൊരു സദാചാരമുണ്ട്. വാക്കൊരു കമ്മിറ്റ്മെൻ്റാണ്. അത് ഉദാസീനമായി പ്രയോഗിക്കാവുന്ന ഒന്നല്ല എന്ന് എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും വിചാരിക്കുന്ന ഒരാളാണ്. വാക്കിൻ്റെ സദാചാരത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ളൊരു സങ്കല്പം ഒരു ചരമപ്രസംഗത്തിലാണെങ്കിൽ പോലും മനസ്സിലില്ലാത്തത് പറയുകയില്ല എന്നതാണ് വാക്കിൻ്റെ ചാരിത്രം എന്ന് പറയുന്നത്. പത്മനാഭൻ അതിനൊരു തിരുത്തുണ്ട് എന്ന് എനിക്കറിയാം. ചരമപ്രസംഗത്തിലാണെങ്കിലും മനസ്സിലുള്ളത് പറയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ടി പത്മനാഭൻ. ഞങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു ജീവിത ബോധത്തിൻ്റെ, മൂല്യ സങ്കല്പത്തിൻ്റെ ഒക്കെ അംശമുണ്ട്. അത് പത്മനാഭൻ വിശദീകരിച്ച് കേൾക്കാൻ തീർച്ചയായിട്ടും നമുക്ക് താല്പര്യമുണ്ട്. തോമസ് മാത്യു പറഞ്ഞു, എഴുത്ത് പാവനമാണ്, അക്ഷരം പാവനമാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. ശരിയാണ്. ഞാനത് വയസ്സായതിന് ശേഷം എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളതല്ല. എഴുതാൻ തുടങ്ങിയ കാലം മുതൽക്ക് അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഒരുപക്ഷേ ഇതിനൊക്കെ കാരണക്കാരൻ കുമാരനാശാൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇവിടെ പണ്ട് എഴുതിയിരുന്നു.
ഞാൻ വളരെ വളരെ ചെറുപ്പത്തിലെ വായന തുടങ്ങിയ ഒരു കക്ഷിയാണ്. ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മകളുടെയും ഇടയിൽ വിശപ്പ് എന്താണെന്ന് അറിയുന്ന ഒരു ചുറ്റുപാട്. ആ വിശപ്പ് അടക്കിയിരുന്നത് ചോറുണ്ടിട്ടായിരുന്നില്ല, പുസ്തകം വായിച്ചിട്ടായിരുന്നു. പുസ്തകം വായിക്കുമ്പോൾ വിശപ്പ് മറന്നു. വായനക്ക് പ്രേരിപ്പിച്ച, ഇവൻ വായിക്കും, വായിച്ചാൽ ഇവന് മനസ്സിലാകും എന്ന് വിശ്വസിച്ച അധ്യാപകരും ഉണ്ടായിരുന്നു. ഇത് വളരെ കൊച്ചുനാളിൽ ഉള്ളതാണ് കേട്ടോ. എംഎക്ക് പഠിക്കുമ്പോഴല്ല, ഞാൻ എംഎക്ക് പഠിച്ചിട്ടുമില്ല. ആദ്യം വായിച്ച കവിതാ പുസ്തകം, കാവ്യഗ്രന്ഥം കുമാരനാശാന്റെ ചണ്ടാല പട്ടിക, സമ്പൂർണ്ണം. പിന്നീട് കുമാരനാശൻ എഴുതിയതൊക്കെ വായിച്ചു. കുമാരനാശൻ പറഞ്ഞതും കുമാരനാശാനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതും ഒക്കെ വായിച്ചു. എൻ്റെ ജീവിത വീക്ഷണം, സാഹിത്യ സംബന്ധിയായ വീക്ഷണം, ഇത് കരുപ്പിടിക്കുന്നതിൽ ആശാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. തോമസ് മാത്യു അക്ഷരത്തിൻ്റെ പാവനതയെക്കുറിച്ച് പറയുമ്പോൾ ഭാവിയായികത് ചിതാശവങ്ങളിൽ അശുഭനശ്വരങ്ങൾ. ശരിയാണ്, എൻ്റെ പ്രമാണം തന്നെയാണത്. പിന്നെ കുമാരനാശൻ മഹാകവിയായിരുന്നു. മഹാകാവ്യം എഴുതാത്ത മലയാളത്തിലെ ഏക മഹാകവി. വളരെ രസകരമായ ഒരു മനഃപൂർവമായിരുന്നു കുമാരനാശാൻ മഹാകാവ്യം എഴുതാൻ. കുമാരനാശാനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് പറയാൻ കഴിയില്ല, ഒന്നല്ല ഒരു 100 മഹാകാവ്യം എഴുതാനുള്ള കോപ്പ് ആശാനുണ്ട് എന്ന്. പക്ഷേ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മഹാകാവ്യം എഴുതുകയില്ല. എന്നിട്ട് ഇവരെ കൊണ്ട് എന്നെ മഹാകവി എന്ന് വിളിപ്പിക്കുമോ എന്ന് ഞാനൊന്ന്, വിളിപ്പിക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അത്രമാത്രം ആത്മവിശ്വാസമുള്ള കവിയായിരുന്നു കുമാരനാശാൻ. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു, അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. കുമാരനാശാന്റെ കാലത്ത് മറ്റ് 2 പേരായിരുന്നു മലയാളത്തിൽ മഹാകവികൾ. ഇന്ന് ധാരാളം പേര്, വളരെയേറെ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര മഹാകവികളുണ്ട്. അന്ന് 3 മഹാകവികൾ, വള്ളത്തോളും പുള്ളൂരും കുമാരനാശാൻ. വള്ളത്തോളിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ബഹുമാനമാണ്. ഒരു തരം ആരാധന കലർന്ന സമീപനമാണ് വള്ളത്തോൾ എനിക്കുള്ളത്. പക്ഷേ വള്ളത്തോളിൻ്റെ മഹാകാവ്യം ഏതാണ്? അതിൽ നിന്ന് 2 ശ്ലോകം ചൊല്ലുവാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കറങ്ങിപ്പോകും. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, ചിത്രയോഗം എന്ന് ആരോ പറയുന്നു. വളരെ വിഷമിച്ചിട്ടാണ് ആ ശബ്ദം ഞാൻ കേൾക്കുന്നത്. കവിത വന്നിട്ടൊന്നും ആയിരുന്നില്ല, നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കെട്ടിക്കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ എഴുതിയതാണ് ചിത്രയോഗം. ഉള്ളൂരിൻ്റെ ഉമാകേരളം അങ്ങനെ ആയിരുന്നില്ല. പല ശ്ലോകങ്ങളും എനിക്ക് ഇന്നും ഇംഗ്ലീഷായാലും മലയാളമായാലും
എനിക്കിഷ്ടപ്പെട്ട കവിത ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വായിച്ചാൽ അതൊരു വിരുദ്ധമാണ്. പിന്നെ എപ്പോഴും വേണമെങ്കിലും ഒരു തെറ്റുകൂടാതെ അത് ഉദ്ധരിക്കാനും കഴിയും. ഉമാകേരളത്തിലും അത്തരം വരികൾ ധാരാളമുണ്ട്. ഉമാകേരളം വള്ളത്തോളിൻ്റെ ചിത്രയോഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബഹുദൂരം മുന്നിലാണ്. പക്ഷേ താരതമ്യപ്പെടുത്തുവാൻ ആശാന്റെ അടുക്കൊന്നുമില്ല. മഹാകവി എഴുതിയിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ ഇന്ന് ആരാധനാപൂർവം അദ്ദേഹത്തെ മഹാകവി എന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ അതും കൂടി കൊണ്ടായിരിക്കാം ആശാനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞാനും എന്നോട് പറഞ്ഞത്, എടാ നീ ഒരിക്കലും ഒരു നോവൽ എഴുതരുത്. പുതിയ കാലത്തെ മഹാകാവ്യങ്ങളാണല്ലോ നോവൽ. പുതിയ കാലത്ത് ആശാൻ നോവൽ എഴുതാതെ ആളുകളെ കൊണ്ട് മഹാകവിയെ വിളിപ്പിച്ചു. എനിക്കത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദുഃഖവുമില്ല. ഏതായാലും എനിക്ക് രസം ഈ നിന്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേതിരുൾക്കുഴിമേൽ ഉരുളട്ടെ വിടില്ല ഞാൻ ഈ ലക്ഷ്മികളെ. ഇതും വായിച്ചപ്പോൾ മനസ്സിൽ കയറിയതാണ്, അല്ലാതെ സ്കൂളിൽ പാഠപുസ്തകത്തിൽ പഠിച്ചതൊന്നുമല്ല. എനിക്കെൻ്റെ വഴി. ഞാൻ 10-20 ചെറിയ വളരെ ചെറിയ കഥാസമാഹാരങ്ങൾ പുറത്തിറങ്ങി. ഒന്നിനും ഞാൻ മുഖവില എഴുതിയിട്ടില്ല. തോമസ് മാത്യുവെ കൊണ്ട് അവതാരിക എഴുതിപ്പിച്ചിട്ടില്ല. ഒരാളെ കുറിച്ച് അവതാരിക എഴുതിയിട്ടില്ല. അതിനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു. ഞാൻ തോമസ് മാത്യുവിനെ കൊണ്ട് ഒരു അവതാരിക എഴുതിച്ചാൽ തോമസ് മാത്യു മോശമാണെന്ന് പറയും. ഇല്ല. മോശമാണെന്ന് പറഞ്ഞാൽ ഞാനത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കും. ഇല്ല, അതുമില്ല. അത് ഞാൻ പോയി ശല്യപ്പെടുത്തുമ്പോൾ പണ്ടാരടങ്ങട്ടെ എന്ന് കരുതി ഒന്ന് എഴുതി കൊടുക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്നാൽ ജീവിതത്തിൽ ആദ്യമായി ഒരു മുഖപുര എഴുതേണ്ടി വന്നു. അത് DC ബുക്സ് പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത കഥകൾ. പക്ഷെ അവരുടെ ആ ചിട്ടക്ക് അത് എഴുതിയേ തീരൂ. എന്നിട്ടും കുറുക്കി ഒരു പേജ് മാത്രം വരുന്ന ഒന്നാണ് അതിൽ എഴുതിയത്. അത്രേ എഴുതിയിട്ടുള്ളൂ. ഒരു വീരവാദവും ഇവിടെ നടക്കുന്ന ഈ ഇന്റർനാഷണൽ സാഹിത്യോത്സവത്തിന്റെ ആ ബ്രോഷർ നിങ്ങളൊന്ന് വായിച്ചാൽ എൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം സെഷനുകളുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ശേഷം ചിന്ത്യം ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ. 11 മണി. സംഗീതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വിഷയം നമ്മൾ വിട്ടുകളയുന്നില്ല. സംഗീതത്തെക്കുറിച്ച് കൂടി സംസാരിക്കണം എന്നാണ്. ശുദ്ധ സംഗീതത്തെക്കുറിച്ചല്ല, സംഗീതവും ഈ എഴുത്ത് തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചാണ്. എല്ലാ കലകളും സംഗീതമാ പോലെ ആവാൻ കൊതിക്കുന്നു എന്ന് വളരെ പ്രസിദ്ധമായൊരു വാക്യമുണ്ടല്ലോ ഷോപ്പനറുടെ. പത്മനാഭന്റെ കഥകൾ മാത്രമല്ല, പത്മനാഭനും സംഗീതത്തിൽ മുഴുകുന്ന ഒരാളാണ്. ഇന്ന സംഗീതമൊന്നുമില്ല. ഹിന്ദുസ്ഥാനി സംഗീതമാവാം, കർണാടക സംഗീതമാവാം, യൂറോപ്യൻ സംഗീതവും ആകാം എന്നുള്ള രീതിയിൽ സംഗീതത്തിന്റെ വിപുലമായ ലോകത്തിൽ വ്യാപരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരാളാണ്
പാടാതിരിക്കാനുള്ള വിവേകവും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതും നമ്മൾ അംഗീകരിക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം പത്മനാഭന്റെ കഥകളിൽ സംഗീതത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്നുള്ളതല്ല. എഴുതുന്ന കഥകളിൽ അന്തർധാരയായി സംഗീതത്തിനൊരു സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റ് ആരെഴുതുന്നതിലും സംഗീതത്തിന്റെ വിദൂരമായ സാന്നിധ്യം ഉണ്ടാവാൻ നിവൃത്തിയില്ല. കാരണം അതിൻ്റെ ഒരു താളമാണ്. അതിന് കുസുമഞ്ജരി എന്നൊന്നും പേരിടാൻ പറ്റില്ലായിരിക്കാം, അല്ലെങ്കിൽ ഹരഹരപ്രിയ എന്ന് പേരിടാൻ പറ്റില്ല. പക്ഷെ നല്ല നല്ല ഗദ്യം എഴുതുമ്പോൾ ഒക്കെ ഈ സംഗീതത്തിന്റെ അംശം വന്നുപെടുന്നുണ്ട്. പക്ഷെ അതിലുപരിയായി വളരെ വളരെ സുന്ദരമായ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ ആവർജിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഗാഠമായ പരിഗണനയ്ക്ക് വിഷയമാകത്തക്ക രീതിയിൽ സംഗീതത്തിന്റെ സാന്നിധ്യം പത്മനാഭന്റെ കഥകളിൽ കാണുന്നുണ്ട്. അത് സംഗീതത്തെക്കുറിച്ച് പറയാത്ത കഥകൾ പോലും അത് കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചാൽ സംഗീതത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അതിലുപരിയായി പത്മനാഭന്റെ കഥകളിൽ ലക്ഷ്യം വയ്ക്കുന്ന ഭാവത്തിന്റെ ഒരു കേവലമായ ലോകമുണ്ട്. ആ ലോകത്തിലേക്കുള്ള സഞ്ചാരത്തിൽ ഈ സംഗീതത്തിന്റെ അംശം വന്നുപെടുന്നതാണ് എന്നുള്ള വിചാരമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കലകളും സംഗീതം പോലെ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഈ എല്ലാ കലകളും സംഗീതം പോലെ ആവാൻ ശ്രമിക്കുന്നു എന്നതിന്റെ അർത്ഥം സംഗീതം പോലെ ആത്മാവിനോട് നേരെ സംവദിക്കാൻ സാധിക്കുന്ന ഒന്നായി തീരണം കലകൾ എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഈ രീതിയിൽ നമ്മുടെ ആത്മാവിനോട് നേരിട്ട് സംവദിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള എന്തോ ഒരു അംശം പത്മനാഭന്റെ കഥകളിലുണ്ട് എന്നുള്ളതാണ് ആ കഥകളെ സംഗീതമയമാക്കി തീർക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് പത്മനാഭൻ പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യുക്തിയെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ശ്ലോകങ്ങൾ വരും. അതിൻ്റെ യുക്തിയെക്കുറിച്ച് ഞാൻ ആലോചിക്കാതെയില്ല. അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കും. എനിക്ക് അന്നേരം തോന്നി ഞാൻ 4ഉം 5ഉം ശ്ലോകങ്ങൾ ഒന്നിച്ചുദ്ധരിച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നി, ഞാനെങ്ങനെ എഴുതി. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ വായിക്കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് കവിതകൾ ചിലപ്പോൾ തോന്നും അതും അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചോ അല്ല അതിൻ്റെ യുക്തിയെക്കുറിച്ചോ ഒന്നും ഞാൻ ആലോചിക്കാറില്ല. എനിക്കപ്പോൾ തോന്നും, ഞാൻ എഴുതുകയും ചെയ്യും. പിന്നെ കുറേ രാഗങ്ങളുടെ പേര് പറയാ, എന്നാൽ സംഗീതപ്രധാനമായ കഥകളായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ട്. അത് ഒരുതരം പൗഡ്രക വാസുദേവ കൃതിയായി മാറും. വാസുദേവന് 4 കാല് 4 കൈ, അത് സ്വതസിദ്ധമാണ്, വെച്ച് കെട്ടിയതല്ല. പൗഡ്രക വാസുദേവന്റെ 4 കൈ വെച്ച് കെട്ടിയതാണ്. ഇങ്ങനെ വെറുതെ കുറച്ച് ശ്ലോകത്തിന്റെ സംഗീത രാഗത്തിന്റെ പേര് ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഇംഗ്ലീഷും വരാറുണ്ട്. മലയ എഴുതുമ്പോൾ ഒരു ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ വന്നു ആൽഫ്രഡ് നോയ്സിന്റെ ദ ഹൈവേമാൻ എന്ന കഥ.
The highwayman came, riding, riding, riding. Then look for me by moonlight, watch for me by moonlight. I will come to thee by moonlight, though hell should bar the way. നരകം തന്നെ വന്നു തടുത്താൽ നിലാവുദിക്കുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരും. എനിക്ക് രോമാഞ്ചമുണ്ടാകും. ഒരു കാമുകൻ കാമുകിയോട് പറയുകയാണ്, നരകം തന്നെ വന്ന് തടുത്താൽ ഇന്ന് നിലാവുദിക്കുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരും. അതിന്റെ സാങ്കത്യമൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ എഴുതി. എനിക്ക് സന്തോഷവുമായി. വായിച്ച ചിലർക്കും സന്തോഷമായി. ചിലർ അന്നും പറഞ്ഞു വയസ്സായത് കാമഭ്രാന്തന്റെ ഒരു വെപ്രാളമാണ് ഇതിലുള്ളത്. അങ്ങനെയും ആയിക്കൂടായില്ല. അങ്ങനെയും ആയിക്കൂടായില്ല. പിന്നെ മറ്റൊന്ന്, ഈ അക്ഷരങ്ങളുടെ വാക്കുകളുടെ കൂടിച്ചേരലുകളിൽ നിന്ന് ഒരു സംഗീതം ഉത്ഭവിക്കും. അതിന് രാഗമൊന്നുമില്ല. ഹൃദയസ്ഥനായ ഒരു പെയിന്റർ, ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ വെറുതെ ബ്രഷ് എടുത്ത് 4 വര ഓറ് മഹത്തായ ഒരു കൃതിയായി മാറിയ കഥയുണ്ട്. മഹാനായ ഒരു സംഗീതജ്ഞൻ ഒരു രാഗനിയമത്തിൻ്റെയും വേലിക്കെട്ടിനുള്ളിൽ വിടാതെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഉസ്താദ് അംജദ് അലി ഖാന്റെ ഒരു ആൽബമാണ്. അതിൻ്റെ പേര് ഗുൽദസ്ത, പൂപ്പൂട. മഹാനായ ഉസ്താദ് ഹഫീസ് അലിയുടെ മകനാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സരോദ് ബാലകനാണ്. അദ്ദേഹത്തിന് സംഗീതം അറിയില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിൻ്റെ പേരാണ് ഗുൽദസ്ത. ഒരു രാഗത്തിലും പെടാത്ത ഗാനങ്ങളാണ് അതിലുള്ളത്. പക്ഷെ നമ്മളെ അത്യന്തം ആകർഷിക്കുന്നതാണ്. അതുപോലെ സാഹിത്യത്തിലും വരാം, കഥാസാഹിത്യത്തിലും വരാം. യാതൊരു സംശയവുമില്ല. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി പോയിട്ട് മരിച്ചില്ലേ. വെള്ളം വേണ്ട, ഞാനിത് മറ്റൊരു വെള്ളത്തിനെ പറ്റിയാണ് പറയുന്നത്. വർഗീനിയ എനിക്ക് വളരെ ഇഷ്ടമാണ്. പഴയ കാലത്തെ അത്രയൊന്നും പഴയതല്ല കേട്ടോ, എന്നാലും പറയാം. പഴയ കാലത്തെ കവിതകളും നോവലുകളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ദയവായിട്ട് വർഗീനിയ വൂൾഫിന്റെ ദ വേവ്സ് എന്നു പേരായ ഒരു നോവലുണ്ട്. ദയവായി ഒന്ന് വായിക്കണം. എങ്കിലും ഇംഗ്ലീഷ് ഗദ്യം എഴുതുമ്പോൾ അത് സംഗീതമാകാം. അത് വന്നു പോകുന്നതാണ്.
OV വിജയനിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. OV വിജയൻ നിങ്ങൾക്കിത് കാണാം. എൻ്റെ ചില കഥകളിൽ കറുത്ത കുട്ടി എന്ന പേരായ ഒരു കഥയിൽ കാണാൻ കഴിയും. പിന്നെ ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗം, ചില പാരഗ്രാഫുകൾ അധ്യവസാനമല്ല, ഒരു സ്പ്ലാഷ് കാണാൻ കഴിയും. ചിലപ്പോൾ ഞാൻ അത് തന്നെ വായിച്ച് ആസ്വദിക്കുന്നു. വീണ്ടും ഇപ്പോൾ എന്തെങ്കിലും വേണ്ട. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പത്മനാഭൻ്റെ ഒരു കഥയിൽ ഒരു കഥാപാത്രം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്നും കൊച്ചൂട്ടൻ്റെ ചെണ്ടയുണ്ടായിരുന്നോ? ആ കഥ മാത്രമല്ല, പത്മനാഭൻ്റെ മിക്ക കഥകളും വളരെ തീക്ഷ്ണമായ, ഉള്ളിൽ ഒതുക്കാൻ വയ്യാത്ത അന്തസംഘർഷത്തിൻ്റെ ഫലമായി വരുന്നതാണ്. കൊച്ചൂട്ടൻ്റെ ചെണ്ട അങ്ങനെ ഒരു അന്തക്ഷോഭത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടി വരുത്തുന്നതുമാണ്. ഉച്ചാടനം എന്നാണ് കഥയുടെ പേര് തന്നെ. ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണവും ഈ ഒന്നിച്ചുള്ള ഇരിപ്പും കൊച്ചൂട്ടൻ്റെ ചെണ്ട ആവശ്യപ്പെടുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. പല വിഷയങ്ങളെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, അതിൻ്റെ ധനാത്മകമായ വശത്തെക്കുറിച്ച്, അതിൻ്റെ സദാചാരത്തെക്കുറിച്ച്, സൂക്ഷ്മമായ സംഗീതത്തെക്കുറിച്ച് ഒക്കെ ആണ് പത്മനാഭൻ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. ഇത് പത്മനാഭൻ്റെ കഥകളുടെ മാത്രം പശ്ചാത്തലത്തിൽ പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ല, മറിച്ച് എല്ലാ കലാചിന്തയിലും സാഹിത്യത്തിൻ്റെ ഏത് ശാഖയെക്കുറിച്ചുള്ള ചിന്തയിലും പ്രസക്തമായി തീരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു. ഈ തരത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന്, പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്നതിന്, കഥയുടെ ശുദ്ധിയെ സംബന്ധിച്ചുള്ള തൻ്റെ നിഷ്ഠകൾ വീണ്ടും പ്രഖ്യാപിക്കുന്നതിനൊക്കെ ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഈ ശ്രോതാക്കൾക്ക് വേണ്ടി അതിൻ്റെ ഒരു നന്ദിയും സന്തോഷവും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ ഹോള് നിറയുന്നതിന് മുമ്പ് പോകണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് സാധിച്ചതിൽ ഉള്ള സന്തോഷവും അറിയിക്കാം. കഥ, സംഗീതം, ഭാഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനായ ശ്രീ ടി പത്മനാഭനും പ്രശസ്ത സാഹിത്യ നിരൂപകനായ ശ്രീ എം തോമസ് മാത്യുവും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പരിസമാപ്തി കുറിച്ചിരിക്കുന്നത്.